സാധാരണക്കാരായ ആളുകൾ പലപ്പോഴും എന്നോട് ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ്, സർ, എങ്ങനെ ഇംഗ്ലീഷ് അനായാസം സംസാരിക്കും? എന്നോട് ഈ ചോദ്യം ചോദിച്ചവരോട് മാത്രമല്ല, അനായാസം ഇംഗ്ലീഷ് സംസാരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഓരോ മലയാളിയോടുമാണ് ഈ വീഡിയോയിലൂടെ ഞാൻ സംവദിക്കാൻ ആഗ്രഹിക്കുന്നത്. ഇംഗ്ലീഷ് എങ്ങനെ അനായാസം സംസാരിക്കാം എന്നതിന് മറുപടി പറയുന്നതിന് മുമ്പ് ചില ചോദ്യങ്ങൾ ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. ആരാണ് നിങ്ങളെ മലയാളം സംസാരിക്കാൻ പഠിപ്പിച്ചത്? അതല്ലെങ്കിൽ ഏത് പ്രായത്തിലാണ് നിങ്ങൾ മലയാളം പഠിച്ചു തുടങ്ങിയത്? മലയാളം പഠിക്കുന്നതിന് നിങ്ങൾ എത്രമാത്രം കഷ്ടപ്പെട്ടു? ഈ ചോദ്യങ്ങളുടെ ഉത്തരം വളരെ ലളിതമാണ്. മലയാളം പഠിപ്പിക്കാൻ നിങ്ങളെ ആരും പഠിപ്പിച്ചതല്ല. ബുദ്ധി ഉറയ്ക്കുന്ന പ്രായത്തിനു മുമ്പേ തന്നെ സ്വാഭാവികമായി നിങ്ങൾ അത് പഠിച്ചതാണ്. മാതാപിതാക്കളോ ബന്ധുമിത്രാദികളോ അവരുടേതായ രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്തപ്പോൾ നിങ്ങൾ മലയാളം പഠിച്ചു. ഇത് സൂചിപ്പിക്കുന്നത് എന്താണ്? ഭാഷാ പഠനം വളരെ ലളിതമായ ഒരു കാര്യമാണ്. പക്ഷേ എന്നിട്ടും നിങ്ങളുടെ ഇംഗ്ലീഷ് സംസാരിക്കണം എന്നുള്ള ആഗ്രഹം ഇപ്പോഴും ഒരു സ്വപ്നമായി അവശേഷിക്കുന്നത് എന്തുകൊണ്ടാണ്? ഈ ചോദ്യത്തിൻ്റെ ഉത്തരം പറയുന്നതിന് മുമ്പ് എന്തുകൊണ്ടാണ് ഒരു പുതിയ ഭാഷ പഠിക്കാൻ ഇത്രയധികം കഷ്ടപ്പെടുന്നത് എന്നതിന് ചില തെളിവുകൾ നൽകാം. നമുക്കറിയാം, ലോകത്തിലെ മിക്ക ജീവികൾക്കും സഹജമായ ചില ഗുണഗണങ്ങൾ ഉണ്ട്. ഉദാഹരണത്തിന് ചീറ്റ, അത് വളരെ വേഗത്തിലുള്ളൂ. ഘ്രാണശക്തിയുടെ കാര്യത്തിൽ നായ അസാധാരണമായ ഗുണഗണങ്ങളാണ് കാണിക്കുന്നത്. ഇതുപോലെ മനുഷ്യന് ലഭിച്ചിരിക്കുന്ന പല ഗുണഗണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഉയർന്ന ബുദ്ധി നിലവാരം. ബൗദ്ധിക നിലവാരത്തിലുള്ള ഈ ഉയർന്ന സ്ഥാനത്തിൽ നിന്നാണ് മനുഷ്യനെ ആശയ സംവേദനത്തിനുള്ള കഴിവ് ആർജിച്ചിരിക്കുന്നത്. ഈ ആശയ സംവേദനത്തിന് വേണ്ടിയാണ് നാം ഭാഷ ഉപയോഗിക്കുന്നത്. അതായത് നിങ്ങൾ ജീവിക്കുന്ന ചുറ്റുപാടുകളിൽ ഏത് ഭാഷയിൽ സംവേദനം ചെയ്താൽ അത് ആശയ സംവേദനമാകുമോ ആ ഭാഷയാണ് നിങ്ങൾ പഠിക്കുന്നത്. അതായത് ഇംഗ്ലീഷ് നിങ്ങളുടെ സമൂഹത്തിൽ വ്യാപകമായി ഉപയോഗിക്കപ്പെടുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് ഇംഗ്ലീഷ് സംസാരിക്കുന്നത് നിങ്ങളെ സംബന്ധിച്ച് പ്രയാസമുള്ള കാര്യമായി അവശേഷിക്കുന്നത്. അപ്പോൾ ഇംഗ്ലീഷ് പഠിക്കുന്നതിന് എന്താണ് ചെയ്യേണ്ടത്? നിങ്ങൾക്ക് നിങ്ങളുടെ സുഹൃത്തുക്കളോ കുടുംബാംഗങ്ങളോ ഉള്ള ചുറ്റുപാട് അതിന് സാധ്യത വളരെ കുറവാണ്. എന്നാൽ നിങ്ങൾ തനിച്ചിരിക്കുന്ന അവസരങ്ങളിൽ ഇതിന് സാധ്യത തെളിയുന്നു എന്നുള്ളതാണ്. തൽക്കാലത്തേക്ക് നിങ്ങളുടെ മനസ്സിൽ നിന്ന് മലയാളത്തെ കുടിയിറക്കുന്നു. മാതൃഭാഷയെ കുടിയിറക്കുക അത്ര എളുപ്പമുള്ള കാര്യമല്ല. എങ്കിലും ഒരു പുതിയ ഭാഷ പഠിക്കുന്നതിന് വേണ്ടി തൽക്കാലം അത് ചെയ്യുന്നു. ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൽ മലയാളം ഇല്ല, പിന്നെ എന്താണുള്ളത്? ആകെയുള്ളത് നിങ്ങൾക്ക് അറിയാവുന്ന ചെറിയ ഇംഗ്ലീഷ് മാത്രമാണ്. അവിടെ നിന്ന് നമുക്ക് പഠനം തുടങ്ങാം. മനസ്സിന് ഒരു സവിശേഷതയുള്ളത്, അതെപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കും. ഒരുപക്ഷെ ഉറക്കത്തിൽ പോലും ചിന്തിച്ചുകൊണ്ടിരിക്കും എന്നാണ് മനഃശാസ്ത്രജ്ഞർ പറയുന്നത്. ഈ ചിന്തയെ ഇംഗ്ലീഷിൽ ആക്കുക എന്നുള്ളത് നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിക്കുന്നതിന് ആദ്യം ചെയ്യാൻ കഴിയുന്ന നടപടിയാണ്, ഒരു സ്റ്റെപ്പാണ്. ഇംഗ്ലീഷിൽ ചിന്തിച്ചു തുടങ്ങുമ്പോൾ, ഉദാഹരണത്തിന് നിങ്ങൾ നിങ്ങളുടെ വീട്ടിലിരിക്കുമ്പോൾ വീടിൻ്റെ മുമ്പിലുള്ള നിരത്തിലൂടെ വാഹനങ്ങൾ ഇങ്ങനെ ഓടുന്നു. മനസ്സിലറിയാതെ ചിന്തിക്കുന്നു, എത്രയെത്ര വാഹനങ്ങളാണ് ഈ റോഡിലൂടെ പോകുന്നത്. അപ്പോൾ ഇത് ഇംഗ്ലീഷിലാണ് ചിന്തിക്കാൻ ശ്രമിക്കുന്നത് എങ്കിൽ നിങ്ങളെ സംബന്ധിച്ച് വല്ലാത്ത പ്രയാസമുണ്ടാകും, വല്ലാത്തൊരു ഫ്രസ്ട്രേഷൻ നിങ്ങൾ അനുഭവിക്കും. ഇത് ശരിയായ തരത്തിൽ ഇംഗ്ലീഷിൽ പറയാൻ നിങ്ങൾക്കറിയില്ല. ആകെ അറിയാവുന്നത് വെഹിക്കിൾസ് എന്ന വാക്ക് മാത്രമാണ്, മതി. അപ്പോൾ
നിങ്ങൾക്ക് ശരിയായ രീതിയിൽ ആശയസംവേദം നടത്താൻ കഴിയാതെ വരുന്നു. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, സഹജമായ സവിശേഷതയാണ് ആശയസംവേദനത്തിലുള്ളത്. അതിനുള്ള ഭാഷ നിങ്ങളുടെ കയ്യിൽ ഇല്ലാത്ത അവസ്ഥയിൽ സ്വാഭാവികമായും നിങ്ങൾ എങ്ങനെ ആശയസംവേദനം നടത്താം എന്ന് ചിന്തിച്ചു തുടങ്ങുന്നു. എവിടെ നിന്നെങ്കിലും പുതിയ വാക്കുകൾ കണ്ടെത്താൻ ശ്രമിക്കുന്നു. പുരാതന മനുഷ്യൻ തൻ്റെ കയ്യിലുള്ള പരുപരുത്ത കല്ലുകൾ ഉപയോഗിച്ച് തന്നെ തൻ്റെ ജീവനോപാധി കണ്ടെത്തിയതുപോലെ നിങ്ങളുടെ കയ്യിലുള്ള ചെറിയ ഇംഗ്ലീഷ് ഉപയോഗിച്ച് അല്പം മാത്രം വരുന്ന വൊക്കാബുലറിയും അല്പമൊക്കെ തെറ്റുള്ളതെങ്കിലും ഉള്ള ഗ്രാമറും ഉപയോഗിച്ച് നിങ്ങൾ ചിന്തിച്ചു തുടങ്ങുന്നു. അവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ദൗർബല്യങ്ങൾ, പോരായ്മകൾ മനസ്സിലാകുന്നു. അവിടെ നിന്നാണ് നിങ്ങളുടെ തുടക്കം. അറിവില്ലായ്മയിൽ നിന്ന് നിങ്ങൾ തുടങ്ങുന്നു. നിങ്ങൾ സ്വാഭാവികമായും ഇതെങ്ങനെ ശരിയായി പറയാമെന്നുള്ള അന്വേഷണം നടത്തുന്നു. ഇന്നത്തെ കാലത്ത് ഇത് വളരെ എളുപ്പമാണ്. മൊബൈൽ ഫോണിലൂടെയും പുസ്തകങ്ങൾ, പ്രത്യേകിച്ച് ഡിക്ഷണറിയിലൂടെയും മറ്റും നിങ്ങൾക്ക് ഇഷ്ടംപോലെ പുതിയ പദങ്ങൾ ലഭിക്കുന്നു. ഗ്രാമറിനെ സംബന്ധിച്ച് ആശയം ലഭിക്കുന്നു. മറ്റുള്ള ആരെങ്കിലും ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ, ടെലിവിഷനിൽ ഇംഗ്ലീഷ് വാർത്തകൾ കേൾക്കുമ്പോൾ ഒക്കെ നിങ്ങൾ വളരെ ശ്രദ്ധാപൂർവം ഇരിക്കുന്നു. കാരണം നിങ്ങളുടെ ഉള്ളിൽ ഇംഗ്ലീഷിലേ ചിന്തിക്കാവൂ എന്ന ഒരു പ്രതിജ്ഞ നിങ്ങൾ എടുത്തു കഴിഞ്ഞിരിക്കുന്നതാണ്. സ്വാഭാവികമായും ഇത് നിങ്ങളുടെ ഇംഗ്ലീഷ് ഭാഷാ പരിജ്ഞാനം വർദ്ധിപ്പിക്കുന്നതിനുള്ള പ്രാഥമികമായ സ്റ്റെപ്പാണ്. ഇനി കൂടുതൽ വിപുലമായ രീതിയിൽ ഇംഗ്ലീഷ് പഠനം എങ്ങനെ നടത്താം എന്നുള്ളത് തുടർന്ന് വരുന്ന എപ്പിസോഡുകളിൽ വിവരിക്കുന്നതായിരിക്കും. നിങ്ങൾക്കെല്ലാവർക്കും നന്ദി, നമസ്കാരം.